PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന കേരാഫെഡ് അസിസ്റ്റൻ്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലെ ഇൻക്വയറി, ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഇതിൽ വരുന്നത് മീറ്റിംഗ്സ് ഇൻക്ലൂഡിംഗ് ജനറൽ ബോഡി മീറ്റിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇലക്ഷൻ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വർക്കിംഗ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി, അതും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് സൊസൈറ്റീസ്, റോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്, മെമ്പർഷിപ്പ്, ഇതെല്ലാം ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് ഈ ഒരു എക്സാമിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. എല്ലാവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻക്വയറി, ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യം ഇൻക്വയറി. സെക്ഷൻ 65 ഇൻക്വയറിയെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 65 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഇൻക്വയറി ബൈ രജിസ്ട്രാർ. Under this section, registrar is empowered to inquire into the constitution, working and financial condition of a society. ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ഇതെല്ലാം ചെക്ക് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ ഇൻക്വയറി നടത്താനുള്ള അധികാരം സെക്ഷൻ 65 പ്രകാരം രജിസ്ട്രാർക്കോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കോ ഉണ്ട്. ദ ഇൻക്വയറി മേ ബി ഓർഡേർഡ് ഓൺ ഹിസ് ഓൺ ഇനിഷ്യേറ്റീവ്. രജിസ്ട്രാർക്ക് സ്വമേധയാ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻക്വയറി നടത്താം, അല്ലെങ്കിൽ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. കമ്മിറ്റിയിലെ മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ രജിസ്ട്രാർക്ക് ഇൻക്വയറി നടത്താം. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ 1/3 നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ 1/3 കുറയാത്ത മെമ്പേഴ്സ് ഇൻക്വയറി നടത്തണമെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൊടുത്താലും രജിസ്ട്രാർക്ക് ഇൻക്വയറി നടത്താം. ഓൺ ആൻ ഇൻക്വയറി റിപ്പോർട്ട് ഓഫ് ദ വിജിലൻസ് ഓഫീസർ അണ്ടർ സെക്ഷൻ 68A KCS ആക്ടിൻ്റെ സെക്ഷൻ 68 പ്രകാരം 68A പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരവും ഒരു സൊസൈറ്റിയിൽ രജിസ്ട്രാർക്ക് ഇൻക്വയറി നടത്താം. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ സൊസൈറ്റി ടു വിച്ച് ഇറ്റ് ഈസ് അഫിലിയേറ്റഡ്. ഒരു സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത സൊസൈറ്റിയുടെ റിക്വസ്റ്റ് പ്രകാരവും രജിസ്ട്രാർക്ക് ഇൻക്വയറി നടത്താവുന്നതാണ്. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ അപ്പെക്സ് സൊസൈറ്റി ഓർ ഫിനാൻസിങ് ബാങ്ക്. ഒരു സൊസൈറ്റിക്ക് ഫിനാൻസ് കൊടുക്കുന്ന ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിലും അതുപോലെ അപ്പെക്സ് സൊസൈറ്റിയുടെ ആപ്ലിക്കേഷനിലും രജിസ്ട്രാർക്ക് ആ സൊസൈറ്റിയുടെ ഇൻക്വയറി നടത്താവുന്നതാണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCAയുടെ റിപ്പോർട്ട് പ്രകാരവും രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഇൻക്വയറി നടത്താവുന്നതാണ്. അപ്പോൾ ഇൻക്വയറി നടത്താവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? രജിസ്ട്രാർക്ക് സ്വമേധയാ ഒരു സൊസൈറ്റിയുടെ ഇൻക്വയറി നടത്താം. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി or on the application of not less than 1/3 number of members of the society, or on an inquiry report of the vigilance officer under section 68A, or on the application of a society to which it is affiliated, or on the application of the apex society or financing bank, or on the report of director of cooperative audit. ഇങ്ങനെ ഇൻക്വയറി നടത്താൻ തീരുമാനിച്ചാൽ copy of the order of inquiry or inspection is to be issued to the president or secretary of the concerned society by registered post. Further, a copy of the order shall also be made available to the central society or societies to which the society is affiliated. ഇങ്ങനെ ഇൻക്വയറി നടത്താനുള്ള ഒരു സാഹചര്യം വന്നാൽ ഇൻക്വയറിൻ്റെ ഓർഡർ അല്ലെങ്കിൽ സെക്ഷൻ 66 പ്രകാരം ഇൻസ്പെക്ഷൻ, അത് നമ്മൾ അടുത്ത പഠിക്കുന്നുണ്ട്. ഇൻസ്പെക്ഷൻ നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ ആ ഒരു സൊസൈറ്റിയുടെ പ്രസിഡൻറ്റിനോ സെക്രട്ടറിക്കോ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കണം. കൂടാതെ കോപ്പി ഓഫ് ദ ഓർഡർ ഷാൾ ഓൾസോ ബി മെയ്ഡ് അവൈലബിൾ ടു ദ സെൻട്രൽ സൊസൈറ്റി ഓർ ദ സൊസൈറ്റീസ് ടു വിച്ച് ദ സൊസൈറ്റി ഈസ് അഫിലിയേറ്റഡ്. സെൻട്രൽ സൊസൈറ്റിയിലാണ്. പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ അത് സെൻട്രൽ സൊസൈറ്റിയിൽ അഫിലിയേറ്റഡ് ആയിരിക്കും. സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയിൽ അഫിലിയേറ്റഡ് ആയിരിക്കും. അങ്ങനെ അഫിലിയേറ്റ് ചെയ്ത സൊസൈറ്റിക്ക് കൂടി ഈ ഒരു ഓർഡറിൻ്റെ കോപ്പി അയച്ചു കൊടുക്കേണ്ടതാണ്.
ദ ഇൻക്വയറി അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി 6 മാസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ കംപ്ലീറ്റ് ചെയ്യാൻ ഏതെങ്കിലും കാരണം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ കാരണം കാണിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്ററിം റിപ്പോർട്ടിൻ്റെ കൂടെ ഒരു ഇൻ്ററിം റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ രജിസ്ട്രാർക്ക് 6 മാസം കൂടി ആ ഒരു കാലാവധി നീട്ടിക്കൊടുക്കുവാൻ സാധിക്കും. ഇൻക്വയറി ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ 6 months. അഗ്രിഗേറ്റഡ് പീരീഡ് ഓഫ് ഇൻക്വയറി ഷാൽ നോട്ട് എക്സീഡ് 1 year. ഒരു കാരണവശാലും ഒരു വർഷത്തിൽ കൂടാൻ പാടില്ല. സാധാരണ 6 മാസമാണ്. രജിസ്ട്രാർക്ക് വേണമെങ്കിൽ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരു കാരണവശാലും ഒരു വർഷത്തിന് മുകളിൽ പോകാൻ പാടില്ല. The result of the enquiry should be communicated to the financing bank and CCU in the area. ആ എൻക്വയറി റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഫിനാൻസിംഗ് ബാങ്കിനും അതുപോലെ ആ സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. When the inquiry made reveals only minor defects, the registrar may direct the society and its affiliated society to take suitable action to rectify the defects pointed out within the specified time. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഇൻക്വയറി പ്രകാരം കണ്ടെത്തിയതെങ്കിൽ രജിസ്ട്രാർക്ക് ആ ഒരു സൊസൈറ്റിക്ക് ആ തെറ്റുകൾ തിരുത്തുവാനുള്ള ആ ഡിഫക്ട്സ് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം കൊടുക്കും. അത് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം, ഇത്ര സമയത്തിനുള്ളിൽ അത് തിരുത്തുക എന്ന രീതിയിൽ രജിസ്ട്രാർക്ക് ഉത്തരവിടാവുന്നതാണ്. എന്നാൽ വെൻ ദ ഇൻക്വയറി മെയ്ഡ് റിവീൽസ് എനി മേജർ ഡിഫക്ട്സ്, ദ രജിസ്ട്രാർ മേ ഇനിഷ്യേറ്റ് ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 32. മേജർ ഡിഫക്റ്റുകളാണ് കണ്ടെത്തിയതെങ്കിൽ രജിസ്ട്രാർക്ക് ആ സൊസൈറ്റിയെ ആ ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് സെക്ഷൻ 32 പ്രകാരം. സെക്ഷൻ 32 നമുക്കറിയാം, സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റിയെ പിരിച്ചുവിടൽ. അങ്ങനെ എൻക്വയറി പ്രകാരം ഗുരുതര വീഴ്ചകളാണ് കണ്ടെത്തിയതെങ്കിൽ രജിസ്ട്രാർക്ക് ആ ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് സെക്ഷൻ 32 പ്രകാരം. സെക്ഷൻ 65 പ്രകാരം ഒരു ഇൻക്വയറി നടത്തുക, രജിസ്ട്രാർ ഇൻക്വയറി നടത്തുക എന്ന് പറയുന്നത് തന്നെ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴാണ്. സെക്ഷൻ 65 പ്രകാരം രജിസ്ട്രാർ ഇൻക്വയറി നടത്തുന്നതിന് നിയമിക്കുന്ന ഓഫീസറാണ് ഇൻക്വയറി ഓഫീസർ. സെക്ഷൻ 65 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഓഫീസറാണ് ഇൻക്വയറി ഓഫീസർ. ഇത്രയും കാര്യങ്ങളാണ് ഇൻക്വയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. അത് സെക്ഷൻ 66 പറയുന്നത്. സെക്ഷൻ 66 of KCS Act deals with supervision and inspection. The registrar shall supervise or cause to be supervised by a person authorized by him by general or special order in writing in his behalf the working of every society as frequently as he may consider necessary. The supervision under this section may include inspection of the books of the society. സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പരിശോധിക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട് സെക്ഷൻ 66 പ്രകാരം. സെക്ഷൻ 66 പറയുന്നത് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. ദ രജിസ്ട്രാർ മേ ഹിസ് ഓൺ മോഷൻ ഓർ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ക്രെഡിറ്റർ ഓഫ് എ സൊസൈറ്റി ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി. രജിസ്ട്രാർക്ക് സ്വമേധയാ ഇൻസ്പെക്ഷൻ നടത്താം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷനിലും രജിസ്ട്രാർക്ക് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കാനുള്ള ഉത്തരവാദിത്തം സൊസൈറ്റിക്കുണ്ട്. ഇതാണ് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ സെക്ഷൻ 66. സെക്ഷൻ 66A പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്. സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. സെക്ഷൻ 66A ഇങ്ങനെ പറയുന്നത്. സെക്ഷൻ 66B പറയുന്നത് സസ്പെൻഷൻ ഓഫ് ഓഫീസേഴ്സ്. ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തി ഓഫീസേഴ്സിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ രജിസ്ട്രാർക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതാണ് സെക്ഷൻ 66B പറയുന്നത്. സെക്ഷൻ 66C പറയുന്നത് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ. Every cooperative society shall file returns before the registrar within 6 months from the date of completion of the financial year. ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ
സൊസൈറ്റി ഫയൽസ് റിട്ടേൺ ചെയ്യണം രജിസ്ട്രാർക്ക് മുമ്പാകെ. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഫയൽ റിട്ടേൺസ് വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ബിഫോർ ദ രജിസ്ട്രാർ കണ്ടെയ്നിങ് ദ ഫോളോവിങ് പർട്ടിക്കുലേഴ്സ്. താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫയൽ റിട്ടേൺ നടത്തണം. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. എ കോംപ്രഹെൻസീവ് ആനുവൽ റിപ്പോർട്ട് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്, ഇറ്റ്സ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ്, plan for surplus disposal as approved by the general body of the cooperative society, list of amendments to the bylaws of the cooperative societies if any, declaration regarding the date of holding of its general body meeting and the conduct of election when due, and any other information required by the registrar in pursuance of any of the provisions of this act or rules. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സൊസൈറ്റി ഫയൽസ് റിട്ടേൺ ചെയ്യണം രജിസ്ട്രാർക്ക് മുമ്പാകെ വിത്തിൻ 6 months ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സെക്ഷൻ 67 പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷനാണ്. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിയുടെയും സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ്റെയും കോസ്റ്റ് വഹിക്കുന്നത് ആ ഒരു ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ആരാണോ ഡിമാൻഡ് ചെയ്യുന്നത് അവരാണ്. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ഡിമാൻഡ് പ്രകാരമാണോ ഇൻസ്പെക്ഷൻ നടത്തുന്നതെങ്കിൽ ക്രെഡിറ്റേഴ്സാണ് അതിൻ്റെ കോസ്റ്റ് വഹിക്കേണ്ടത്. അതുപോലെ അഫിലിയേറ്റഡ് സൊസൈറ്റി ആണെങ്കിൽ അഫിലിയേറ്റഡ് സൊസൈറ്റിക്കായിരിക്കും ആ ഒരു എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ്റെ കോസ്റ്റ് പോകുന്നത്. The registrar may by order apportion the cost or such portion of the cost as he may be deemed fit between the society and the members who demanding the inquiry or inspection as the cost of inquiry held under section 65 or inspection under section 66. ഇതാണ് ഇൻക്വയറി, കോസ്റ്റ് ഓഫ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. ആരാണോ ഡിമാൻഡ് ചെയ്യുന്നത് അവർക്കാണ് ആ ഒരു കോസ്റ്റ് പോകുന്നത്. അടുത്തത് സർചാർജ്. സെക്ഷൻ 68 സർചാർജിനെ കുറിച്ച് പറയുന്നത്. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സർചാർജ് ഓർഡർ ഈസ് ഇഷ്യൂഡ് എഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഹൂ ഈസ് ഓർ വാസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. It is an order for the recovery of money or property lost to the society on account of negligence, misappropriation, etc. ഒരു സൊസൈറ്റിയിലെ മെമ്പറോ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പറോ അല്ലെങ്കിൽ കമ്മിറ്റിയോ അവരുടെ ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലം സൊസൈറ്റിക്ക് പണമോ മറ്റേതെങ്കിലും വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിഴ ഈടാക്കുന്നതാണ് സർചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സർചാർജ് ഓർഡറിൻ്റെ കാലാവധി 3 വർഷമാണ്. പീരീഡ് ഓഫ് സർചാർജ് ഓർഡർ ഈസ് 3 years. സെക്ഷൻ 68A പറയുന്നത് വിജിലൻസ് ഓഫീസറാണ്. ഗവൺമെൻറ് ഷാൽ അപ്പോയിൻറ്റ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആസ് വിജിലൻസ് ഓഫീസർ വിത്ത് പവേഴ്സ് ടു ഇൻക്വയർ ഇൻടു ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ കേസസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ, കറപ്ഷൻ ആൻഡ് എനി അതർ മേജർ ഇറഗുലാരിറ്റീസ് ഇൻ ദ സൊസൈറ്റി ആസ് മേ ബി റെഫേർഡ് ടു ഹിം ബൈ ദ രജിസ്ട്രാർ. ഇങ്ങനെ സൊസൈറ്റിയിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഉണ്ടാവുകയാണ് എങ്കിൽ ഒരു ഓഫീസറെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. രജിസ്ട്രാർ റെഫർ ചെയ്ത കേസുകളാണ് അദ്ദേഹം നോക്കുന്നത്. ആ ഒരു ഓഫീസറെ പറയുന്നത് വിജിലൻസ് ഓഫീസർ എന്നാണ്. അദ്ദേഹം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് DIG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. വിജിലൻസ് ഓഫീസർ ഷാൽ ബി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് എങ്കിലും രജിസ്ട്രാറുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. രജിസ്ട്രാർ റെഫർ ചെയ്യുന്ന കേസുകളാണ് വിജിലൻസ് ഓഫീസർ നോക്കുന്നത്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വിജിലൻസ് ഓഫീസർ ഷാൽ ബി ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ. രജിസ്ട്രാറുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ് വിജിലൻസ് ഓഫീസറുടെയും ഓഫീസ്. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. വിജിലൻസ് ഓഫീസർ ഷാൽ ഓർഡിനറിലി ബി കംപ്ലീറ്റഡ് ഇൻക്വയറി ഓർ ഇൻവെസ്റ്റിഗേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 3 months. ഇങ്ങനെ വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ റെഫർ ചെയ്ത കേസുകളാണ് അദ്ദേഹം നോക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ഇൻക്വയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ 3 മാസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സെക്ഷൻ 65 നമ്മൾ പഠിച്ചു. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി ആണ് എങ്കിൽ 6 മാസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്.
എന്നാൽ 6 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇൻ്ററിം റിപ്പോർട്ടോടുകൂടി കാരണം കാണിച്ചുകൊണ്ട് എക്സ്റ്റൻഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്താൽ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. മാക്സിമം 1 ഇയർ ആണ്. എന്നാൽ സെക്ഷൻ 68 പ്രകാരം 68A പ്രകാരം വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ഒരു ഇൻക്വയറി നടത്താൻ ഏൽപ്പിക്കുകയും ചെയ്താൽ ആ ഇൻക്വയറി 3 മാസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻ്ററിം റിപ്പോർട്ട് വെച്ച് കാരണവും കാണിച്ച് രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ രജിസ്ട്രാർക്ക് 3 മാസം കൂടിയാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നത്. 3 മാസത്തിനുള്ളിൽ വിജിലൻസ് ഓഫീസർ എൻക്വയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രാർക്ക് വേണമെങ്കിൽ 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 68A ആണ്. റൂൾ 66A. വിജിലൻസ് ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ്. ക്വാളിഫിക്കേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ഓഫ് പോലീസ്. വിജിലൻസ് ഓഫീസർ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻക്വയറി, ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ എന്ന ഭാഗത്ത് നിന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്